സ്പോട്ട് ലൈവ് തുടരുന്നു. തൃശൂർ വരന്തരപ്പള്ളിയിലെ അർച്ചനയുടെ മരണം ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. ഭർത്തൃവീട്ടിൽ ഗർഭിണിയായ യുവതിയെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൊലപാതകമെന്ന് വരുത്താനുള്ള തെളിവുകൾ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക കണ്ടെത്തലുകളില്ല. മരണസമയത്ത് വീട്ടിൽ ഭർത്താവ് ഷാരോൺ ഉണ്ടായിരുന്നില്ലെന്നാണ് പോലീസ് കണ്ടെത്തൽ. ആത്മഹത്യ ഭർത്തൃവീട്ടിലെ പീഡനം മൂലമെന്നാണ്. ശാരീരികമായും മാനസികമായും ഭർത്താവ് ഷാരോൺ അർച്ചനയെ ഉപദ്രവിച്ചിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഷാരോണിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമിയും ഈ ഷാരോണിൻ്റെ, അതായത് ഭർത്തൃവീടിൻ്റെ തൊട്ട് പിന്നിലുള്ള ഒരു കാനയിലാണ് തീപ്പൊള്ളലേറ്റ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ അർച്ചനയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ഇതാണ് ഒരു ദുരൂഹത ജനിപ്പിച്ചത്. അതായത് അർച്ചനയുടെ കുടുംബം പറഞ്ഞു ഷാരോൺ അർച്ചനയെ കൊലപ്പെടുത്തിയതാണ്, പല രീതിയിലുള്ള ചൂഷണങ്ങൾ അർച്ചനയ്ക്ക് നേരിടേണ്ടി വന്നുവെന്ന്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. എങ്കിൽ പോലും ഈ കേസിൻ്റെ ഗൗരവം കുറയുന്നില്ല. കാരണം അത്രയധികം കഴിഞ്ഞ 6 മാസ കാലയളവിനിടെ ഈ പെൺകുട്ടി ഭർത്തൃവീട്ടിൽ ചൂഷണം നേരിട്ടിട്ടുണ്ട്. കൂടുതൽ പ്രതികളെ അറസ്റ്റിലാകുമോ? കാരണം ഷാരോണിനെ കൂടാതെ ഷാരോണിൻ്റെ മാതാപിതാക്കൾക്കും ഇതിൽ പങ്കുണ്ടെന്ന് കുടുംബം ഉന്നയിക്കുന്നുണ്ടല്ലോ. ഷാരോണിന്റെ മാതാവിനെ പ്രതി ചേർക്കാനുള്ള ഒരു സാഹചര്യമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. കൃത്യമായിട്ടുള്ള തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ അമ്മയെയും പ്രതി ചേർക്കുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഷാരോണിനെതിരെ 2 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഒന്ന് ആത്മഹത്യാ പ്രേരണ കുറ്റവും മറ്റൊന്ന് സ്ത്രീധന നിരോധന നിയമപ്രകാരം. അങ്ങനെ 2 വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ഷാരോണിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഷാരോണിന്റെ ഈ മരിച്ച അർച്ചനയുടെ കുടുംബം, അതായത് അർച്ചന മരിച്ചു എന്നറിഞ്ഞത് മുതൽ ആ കുടുംബം ആരോപിക്കുന്നത് ഷാരോൺ അർച്ചനയെ കൊലപ്പെടുത്തിയതാകാമെന്നാണ്. കാരണം നിരന്തരം 6 മാസമേ ആയിട്ടുള്ളൂ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട്. 20 വയസ്സുകാരിയാണ് അർച്ചനയും ഷാരോണും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമായിരുന്നില്ല. ഷാരോണിൽ നിന്നും നിരന്തരം പീഡനമേറ്റിരുന്നു അർച്ചനയ്ക്ക് എന്നാണ് കുടുംബം പറയുന്നത്. വീട്ടുകാരെ പോലും ബന്ധപ്പെടാൻ, ഫോണിൽ വിളിക്കുവാനോ സംസാരിക്കാനോ ഒന്നും തന്നെ ഷാരോൺ അനുവദിച്ചിരുന്നില്ല. വളരെ സംശയമായിരുന്നു അർച്ചനയോട്. അർച്ചനയ്ക്ക് സ്വന്തമായി ഫോൺ പോലും ഷാരോൺ വാങ്ങിക്കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കാൻ പോലും അർച്ചനയെ അനുവദിക്കാത്ത അത്ര തരത്തിൽ ഗാർഹിക പീഡനമാണ് അർച്ചന വീട്ടിൽ അനുഭവിച്ചത്. അതോടൊപ്പം തന്നെ സ്ത്രീധനത്തിന്റെ പേരിലും ചൂഷണം ചെയ്തിരുന്നു എന്നാണ് അർച്ചനയുടെ ചേച്ചിയും അച്ഛനും അമ്മയും ഒക്കെ ഇന്നലെ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഷാരോൺ അർച്ചനയെ അങ്ങനത്തെ പീഡനം കാരണം കൊന്നതാകാം എന്നൊരു സംശയം കുടുംബം ആരോപിക്കുന്നത്. പക്ഷെ പോസ്റ്റ്മോർട്ടത്തിലടക്കം ഇത് ആത്മഹത്യയാണെന്ന് തന്നെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. സാഹചര്യ തെളിവുകളിലും അടക്കം അത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോഴും ഈ തീപ്പൊള്ളലേറ്റ മൃതദേഹം കണ്ടെത്തിയത് ഷാരോണിന്റെ വീട്ടടുത്തുള്ളൊരു കാനയിലാണ്. അതാണ് അത്തരത്തിലൊരു സംശയം ഉന്നയിച്ചത്. പക്ഷേ ഈ പൊള്ളലേറ്റ് വേദന കൊണ്ട് അർച്ചന വീട്ടിന്റെ പുറത്തേക്ക് ഓടിയതാകാമെന്നാണ് പോലീസ് പറയുന്നത്. ആ രീതിയിലായിരിക്കും അർച്ചനയുടെ മൃതദേഹം കാനയിൽ കണ്ടെത്തുകയും ചെയ്തത്. പോസ്റ്റ്മോർട്ടത്തിലും അങ്ങനെ തന്നെയാണ് തെളിഞ്ഞത്. എന്തായാലും ഷാരോൺ കൊലപ്പെടുത്തിയതാണ് എന്നതിൽ പോലീസ് പറയുന്നത് അത്തരത്തിലുള്ള തെളിവുകളില്ല. എന്തായാലും ഷാരോണിനെ വിശദമായി ചോദ്യം ചെയ്യണം. അതിനുശേഷം മാത്രമായിരിക്കും കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കുക. 6 മാസമേ ആയിട്ടുള്ളൂ ഇരുവരുടെയും കല്യാണം കഴിഞ്ഞിട്ട്. അത് ഷാരോണിന്റെ അർച്ചനയുടെ അമ്മയുടെ വീട്ടിനടുത്തായിരുന്നു ആദ്യം ഷാരോണും കുടുംബവും താമസിച്ചിരുന്നത്. അവിടെ വെച്ചാണ് ഇരുവരും കാണുകയും പരിചയപ്പെടുകയും പിന്നീട് പ്രണയത്തിലാകുകയും ചെയ്തത്. ഷാരോണിന്റെ സ്വഭാവത്തിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തുടക്കം മുതൽ തന്നെ അച്ഛനും സഹോദരിയും ഒക്കെ അർച്ചനയോട് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും ആ പ്രണയം കാരണം വീട് വിട്ട് ഷാരോണിനൊപ്പം ജീവിക്കാൻ വന്നതാണ് അർച്ചന. തമിഴ്നാട്ടിൽ തന്നെ ഒരു കഞ്ചാവ് കേസിലെ പ്രതിയാണ് ഷാരോൺ എന്ന് പോലും കുടുംബം പറയുന്നുണ്ട്. പോലീസ് അടക്കം അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഷാരോണിന്റെ മേലൊരു കഞ്ചാവ് കേസുണ്ട്. അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള, അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കേസ് വരെ ഉള്ള ഒരു വ്യക്തിയാണ് ഷാരോൺ. അയാളിൽ നിന്നുമാണ് ഗാർഹിക പീഡനം, മാനസികമായും ശാരീരികമായിട്ടുമുള്ള പീഡനം അർച്ചനയ്ക്ക് ഏൽക്കേണ്ടി വന്നത്. മരിക്കുമ്പോൾ അർച്ചന ഗർഭിണിയായിരുന്നു എന്നുള്ളതാണ്. ഇത് കുടുംബാംഗങ്ങൾ, ഈ അർച്ചനയുടെ പിതാവ് വിവാഹത്തിന് മുൻപ് തന്നെ അർച്ചനയോട് കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇയാളൊരു തല്ലിപ്പൊളിയനാണ്, കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ്, കഞ്ചാവ് കേസിൽ പ്രതിയാണ്, അതുകൊണ്ട് വിവാഹത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചതാണ്. വീട്ടുകാരെ ധിക്കരിച്ചുകൊണ്ട് അർച്ചന ഷാരോണിനൊപ്പം ഇറങ്ങിപ്പോകുന്നു. പക്ഷെ അതിനുശേഷം സ്വന്തം കുടുംബാംഗങ്ങളോട് വിഷമം പറയാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ടായി. മകൾ ഇറങ്ങിപ്പോയതുകൊണ്ട് അച്ഛൻ സ്ത്രീധനമൊന്നും കൊടുത്തില്ല എന്ന് അതിൻ്റെ പേരിൽ ഷാരോൺ അർച്ചനയെ
ക്രൂരമായി ഉപദ്രവിക്കുന്നു, മാനസികമായി ചൂഷണം ചെയ്യുന്നു. കോളേജിലെത്തി അവിടെ കോളേജിന് മുന്നിൽ വെച്ച് പോലും മർദ്ദിക്കുന്നു. സ്വന്തം വീട്ടുകാരോട് ഈ വിഷമങ്ങൾ, തൻ്റെ പ്രയാസങ്ങൾ പറയാൻ കഴിയാത്തൊരു സാഹചര്യം പോലും അർച്ചനയ്ക്ക് ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടായ ഒരു ഒറ്റപ്പെടലായിരിക്കുമോ അർച്ചനയെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത്? ഈ ഷാരോൺ കോളേജിലെത്തി അർച്ചനയെ ഉപദ്രവിച്ച കാര്യം കോളേജിലെ സെക്യൂരിറ്റി അർച്ചനയുടെ സഹോദരിയെ വിളിച്ച് അറിയിക്കുന്നുണ്ടായിരുന്നു. സഹോദരി അർച്ചനയോട് ഇക്കാര്യം ചോദിക്കുമ്പോഴാണ് അർച്ചന പറയുന്നത് ഷാരോണിൽ നിന്നും തനിക്ക് നിരന്തരമായിട്ടുള്ള പീഡനമുണ്ട്. ഷാരോണിന് വളരെ സംശയമാണ്, തന്നെ സംശയത്തോടുകൂടി മാത്രമേ കാര്യങ്ങളെല്ലാം നോക്കിക്കാണുകയുള്ളൂ, തനിക്ക് ഫോൺ പോലും അനുവദിക്കുന്നില്ല, വീട്ടിലേക്ക് വിളിക്കുവാനോ സംസാരിക്കാനോ ഒന്നും തന്നെ അനുവദിക്കുന്നില്ല എന്ന് ഈ സമയത്താണ് ഷാരോണിന്റെ അർച്ചനയുടെ സഹോദരിയോട് അർച്ചന ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നത്. ഈ സമയത്ത് തന്നെ അർച്ചനയുടെ സഹോദരി അത് അർച്ചനയുടെ പിതാവിനോട് പറഞ്ഞു, സ്വന്തം പിതാവിനോടും പറഞ്ഞിരുന്നു. അപ്പോഴും പിതാവ് അർച്ചനയോട് പറഞ്ഞത്, നിനക്ക് ആ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ ധൈര്യമായി ഞങ്ങളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അർച്ചനയുടെ തന്നെ സ്വന്തം വീട്ടിലേക്ക് തിരികെ വന്നോളൂ എന്ന് പലതവണ അച്ഛൻ പറഞ്ഞതാണ്, സഹോദരിയും പറഞ്ഞതാണ്. പക്ഷേ അർച്ചന അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും, വിഷമമായിരിക്കും, കുടുംബത്തിന്റെ അനുവാദമില്ലാതെ ഇറങ്ങി വന്ന് ജീവിതം ഇങ്ങനെ തകർന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിലുള്ള ഒരു മാനസിക വിഷമമായിരിക്കും. അല്ലെങ്കിൽ ഷാരോൺ എന്തെങ്കിലും ശരിയാകുമെന്നൊരു പ്രതീക്ഷയായിരിക്കും ആ കുട്ടിക്കുണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കും സ്വന്തം വീട്ടിലേക്ക് മടങ്ങാൻ ആ കുട്ടി തയ്യാറാകാതിരുന്നതെന്നാണ് നമുക്ക് കരുതേണ്ടത്. ഇതിനു മുൻപും നമുക്കറിയാം ടോം, ഇത്തരത്തിൽ വീടുകളിൽ ഈ വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അവിടെ വെച്ച് ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളെല്ലാം പലപ്പോഴും അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം എങ്ങനെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകുമെന്നാണ്. ഈ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ എന്ത് പറയുമെന്നൊരു രീതിയിലുള്ള ചിന്താഗതിയായിരിക്കും. അല്ലെങ്കിൽ കുടുംബം, അച്ഛനും അമ്മയ്ക്കും താനൊരു ബാധ്യതയാകുമോ എന്നൊരു ചിന്തയായിരിക്കും പലപ്പോഴും പെൺകുട്ടികൾ തിരികെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ മടിക്കുന്നത്. ആ ഒരു കാര്യം തന്നെയായിരിക്കും ഇവിടെയും അർച്ചനയുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണം. അച്ഛനും സഹോദരിയും പറഞ്ഞതാണ് തിരികെ വീട്ടിലേക്ക് വരാൻ, പക്ഷെ അതിൻ്റെ ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ അവിടെ നിന്ന് അവരെ ധിക്കരിച്ചിറങ്ങി വന്നതല്ലേ, ഇനി തിരികെ എങ്ങനെ പോകുമെന്ന ചിന്താഗതിയൊക്കെ ആയിരിക്കും അർച്ചനയെ ഒടുവിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത്. ഷാരോണിൽ നിന്നും കൊടിയ പീഡനം തന്നെയാണ് ആ പെൺകുട്ടി ഏറ്റിരുന്നതെന്ന് പിതാവിൽ നിന്നും സഹോദരിയിൽ നിന്റെയും ഒക്കെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. ഒപ്പം ഷാരോണിന്റെ മാതാവിനെയും ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അവരിൽ നിന്നുമൊക്കെ പീഡനം ഏറ്റിട്ടുണ്ടോ എന്നൊരു സംശയം പോലീസിൽ ഉന്നയിക്കുന്നുണ്ട്. ഈ സ്ത്രീധനത്തിന്റെ പേരിൽ അവരും ക്രൂരമായിട്ട് വാക്കുകൾ കൊണ്ട് അർച്ചനയെ വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു അന്വേഷണവും ചോദ്യം ചെയ്യലുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ടോം, വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.